നുഹറ 2017ലേക്ക് എവർക്കും ഹാർദവമായ സ്വാഗതം. ഈ ഗ്രീക്ക് പദത്തിനർത്ഥം പ്രകാശം. അതെ, പ്രകാശമാകാനും പ്രകാശമേകാനും വിളിക്കപ്പെട്ടവർ. 1959 എഴുകുംപേരിൽ വീണൊരു വിത്ത് വളർന്നു ഇന്ന് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം സൂടി കാലത്തിന്റെ ഗതിവിഗതികളിൽ ചരിത്രഗാഥകൾ എഴുതി മുന്നേറുന്നു. 5 പതിറ്റാണ്ടുകളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും കണ്ണുനീരിന്റെയും വിയർപ്പിന്റെയും ഗന്ധമുണ്ട് ഈ മണ്ണിന്. കോടമഞ്ഞും കാട്ടുമൃഗങ്ങളും മലമ്പരയും അശ്വിനി പാദം പോലെ പെയ്തിറങ്ങിയപ്പോഴും പിന്തിരിയാതെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു ആ ഉൾക്കരത്തിന്റെ ആത്മീയ സമ്പത്തിന്റെ ശക്തമായ അടിത്തറയിൽ നിലകൊള്ളുന്ന നമ്മുടെ ദൈവാലയം നമുക്ക് അഭിമാനിക്കാം, ആഹ്ലാദിക്കാം, വിശ്വാസ പൈതൃകത്തെ മുറുകെ പിടിക്കാം. നമ്മുടെ ഇടവകയെന്നും നന്മയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകതിർച്ചൂടി വിളഞ്ഞു നിൽക്കുന്ന വയലുകളായി മാറാൻ സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കലാ ആസ്വാദനത്തിലേക്ക് സഹൃദയരായ എല്ലാവരെയും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ എല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ പങ്കെടുത്തുകൊണ്ട് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോട്ടീസിലെ കൃത്യസമയത്ത് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഇതിലൂടെ കാണികളാകുവാൻ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സ്റ്റേജിനോട് അടുത്തും പരിപൂർണ സഹകരണത്തോടെ കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിപാടികൾ ആരംഭിക്കാൻ തുടങ്ങും. ദൈവമായ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവിടുത്തെ വസ്ത്രങ്ങൾ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സേറാഫുകൾ നിന്നിരുന്നു. അവർ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി അവിടുത്തെ മഹത്വപ്പെടുത്തി. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞു നിന്നു. ദൈവമായ കർത്താവേ, നിന്റെ ആലയം എത്ര മനോഹരമായിരിക്കും. അവിടുത്തെ മഹത്വം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്നോട് കനിവ് കാട്ടണമേ. ഇതാ നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശയ്യ, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? പിതാവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും നീ ധൈര്യമായി പോവുക. എന്റെ ജനത്തോട് നീ തന്നെ പറയുക. വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. സകലവും അവൻ വഴി സൃഷ്ടി ചെയ്തു, ആ ജീവൻ മനുജർക്കു വെളിച്ചമായി. സകലവും അവൻ വഴി സൃഷ്ടി ചെയ്തു, ആ ജീവൻ മനുജർക്കു വെളിച്ചമായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു.
ലോകത്തിൻ ദീപമാം ദൈവകുമാരൻ സ്വന്തം ജനങ്ങളെ തേടി വന്നു. അന്ധരവനെ അറിഞ്ഞില്ല, സ്വകീയവനെ സ്വീകരിച്ചില്ല, സ്വകീയവനെ സ്വീകരിച്ചില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. യേശുവിൻ നാമത്തിൽ വിശ്വസിച്ചവനും യേശുവെ നാഥനായി സ്വീകരിച്ചവനും, യേശുവിൻ നാമത്തിൽ വിശ്വസിച്ചവനും യേശുവെ നാഥനായി സ്വീകരിച്ചവനും, ചൊരിഞ്ഞുനാഥൻ അനുഗ്രഹവർഷം ദൈവസുതരായി തീർന്നിടുവാൻ, ദൈവസുതരായി തീർന്നിടുവാൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. സകലവും അവൻ വഴി സൃഷ്ടി ചെയ്തു, ആ ജീവൻ മനുജർക്കു വെളിച്ചമായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. करते हम दिल से सबका स्वागत।
अतिथि रूप में महक उठी खुशबू फिजाओं में। देव पधारे अतिथि रूप में महक उठी खुशबू फिजाओं में। मिलके करे सबका दिल से നന്നായി തുടങ്ങിയാൽ പകുതി പൂർത്തിയായി എന്നാണ് പറയുന്നത്. കൃത്യസമയത്തും ഏറ്റവും ആകർഷണീയമായ രീതിയിൽ നമ്മളെ സ്വാഗതം ചെയ്ത് രംഗപൂജ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കലാസന്ധ്യയുടെ ഈ കലാസന്ധ്യ ഒരുക്കുന്നതിൽ ഇടവകയുടെ ആവാലവൃത്തം എന്ന് പറയുന്നത് പോലെ ആളുകളുടെ പങ്കാളിത്തവും അധ്വാനവും ഇതിന് പിന്നിലുണ്ട്. മതാധ്യാപകര്, മാതൃദീപ്തി, കൂമ്പൻമല സ്കൂള്, എഴുകുമ്പയിൽ LP സ്കൂള്, നഴ്സറി, യുവജനങ്ങള്, അങ്ങനെ തുടങ്ങി മതാധ്യാപകരൊക്കെ തുടങ്ങി അനേകരുടെ അധ്വാനങ്ങളും കൂട്ടായ്മയും ഇതിന് പിന്നിലുണ്ട്. നമ്മുടെ ഇടവകയുടെ ഈ തിരുനാൾ വേദിയിൽ നമ്മളെ കൺകുളർക്ക് മനംകുളർക്ക് ചിരിക്കുവാനും ആസ്വദിക്കുവാനും സഹൃദയരായ നമ്മുടെ മുമ്പിൽ വിഭവങ്ങൾ വിളമ്പുന്ന ഓരോരുത്തർക്കും തങ്ങളിൽ ദൈവം കൊടുത്ത സർഗശേഷികളെ പ്രകടമാക്കുന്ന ഈ വേദിക്ക് അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. 2.5 മണിക്കൂറോളം നീളുന്ന വിവിധ കലാപരിപാടികളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. എന്റെ വാക്കുകൾ നീളുന്നത് നമ്മുടെ സമയത്തെ ബാധിക്കുമെന്നതുകൊണ്ട് ഇത് കണ്ട് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എഴുകുമ്പയിൽ ധന്യമാണ്. പല കാര്യങ്ങളായി ഒരു കലാഹൃദയമുള്ള സർഗശേഷികളുള്ള നടന്മാരും നടികളും കലാകാരന്മാരും കലാകാരികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് എഴുകുമ്പയിൽ. ആ വേദിയെ, ഈ പൊതുവേദിയിൽ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് ആത്മീയ കലാവേദിയിൽ അവതരിപ്പിക്കുന്ന ഓരോരുത്തർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഇത് കണ്ടാസ്വദിക്കുന്ന നിങ്ങൾക്ക് സ്വാഗതവും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Kuttapi
നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബെന്നി എഴുകുമ്പയിൽ. രംഗത്ത് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നവർ ടോമിച്ചൻ കണ്ടത്തിൽ, സണ്ണി ചാക്കോ കുരിക്കാട്ട് താഴെ, സാബു നരിക്കുഴയിൽ, ജോർജ് കൈപ്പള്ളി മണ്ണിൽ, ജെയിംസ് മാളിയേക്കൽ, ഡെയിൻ വേഴമ്പത്തോട്ടം, ബെന്നി എഴുകുമ്പയിൽ, സോണിയ പേണ്ടാനത്ത്, നീതു പ്ലാത്തറ, ജൈനമ്മ ഇരുമ്പുകുത്തിയിൽ, സിന്ധു പാറത്തറയിൽ. ഈ നാടകത്തിന്റെ സാങ്കേതിക സഹായം ജോയി തിയാനിൽ, ജിബിൻ പനിക്കച്ചിറ, ബിബിൻ നടുവിലെടുത്ത്, റോഷി കണ്ടത്തിൽ. കോ ഓർഡിനേറ്റർ സണ്ണി ചാക്കോ കുഴിക്കാട്ടുതാഴെ. റെക്കോർഡിംഗ് നിതിൻ അമ്പാട്ട് ആൻഡ് സന്തോഷ് മുതുവിളാക്കൽ, പാപ്പൻസ് ഡിജിറ്റൽ സ്റ്റുഡിയോ കട്ടപ്പന. നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട ശബ്ദവും വെളിച്ചവും നൽകി ഞങ്ങളെ സഹായിക്കുന്ന ജീവ സൗണ്ട്സ് ഇരട്ടയാർ ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നാടകം അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന വികാരി അച്ഛനോടും പള്ളി കമ്മിറ്റി അംഗങ്ങളോടും എഴുകുമ്പയിൽ ജയമാത ആർട്സിനുള്ള അകൈതവുമായി നന്ദി വാക്കുകളാൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹായം നിങ്ങളിൽ ഓരോരുത്തരുമായ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുകയാണ്. ഇസ്രയേലിന്റെ രാജാവ്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്ര അധികമായി ലോകത്തെ സ്നേഹിച്ചു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഇസ്രായേൽ ജനത്തെ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിച്ച രണ്ട് രാജാക്കന്മാരെ ഈ നാടകത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. എഴുകുമ്പയിൽ ജയമാത ആർട്സ് അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം ഇസ്രയേലിന്റെ രാജാവ്. പ്രഭു, യഹോവയുടെ നാമത്തിൽ അങ്ങേക്ക് വന്ദനം. എന്റെ പത്നിയായ ബത്സബ, എന്തിനാണ് നീ ആകുലപ്പെടുന്നത്? നിന്റെ മുഖം അതീവ ദുഃഖഭാരത്താൽ തളർന്നിരിക്കുന്നല്ലോ. പ്രഭു, എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. ഹഗീദിന്റെ പുത്രനായ അദോനിയ അങ്ങയുടെ കാലശേഷം ഇസ്രായേൽ രാജാവാകുമെന്ന് എല്ലാ ജനതകളെയും അറിയിച്ചിരിക്കുന്നു. അവൻ എൻഡഗൻ അരുവിയുടെ സമീപത്തുള്ള സൊഹാനത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും കൊഴുത്ത കാലുകളെയും ബലിയർപ്പിക്കുന്നു. ഓഹോ, എന്നിട്ട് ബലിയോടനുബന്ധിച്ച് വിരുന്നിനായി അങ്ങയുടെ എന്റെ മകൻ ഒഴികെയുള്ള പുത്രന്മാരെയും യൂദയായിലെ എല്ലാ രാജസേവകന്മാരെയും ക്ഷണിച്ചിരിക്കുന്നു. അവന്റെ പിതാവായ ഞാൻ അറിയാതെ അദോനിയ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ സേവകരെല്ലാം അവന്റെ പക്ഷത്താണോ? എല്ലാവരും അല്ല പ്രഭു. പുരോഹിതനായ സാദോക്കും
യഹൂദയുടെ പുത്രനായ ബെനായി, പ്രവാചകനായ നാഥാനും, ഷീമേ, റായി എന്നിവരും അങ്ങയുടെ അംഗരക്ഷകരും അവന്റെ പക്ഷത്ത് ചേർന്നിട്ടില്ല. എന്റെ ജനമായ ഇസ്രായേലിനെ എനിക്ക് ശേഷം ആര് നയിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ബത്ശബ, എന്താണ് നിന്റെ ആഗ്രഹം? യജമാനനെ, എന്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഭൂഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നുവല്ലോ. ആദോനിയ രാജാവായാൽ ഞാനും എന്റെ മകനും അവന്റെ വാളിനിരയാകും. അങ്ങനെയുള്ളവളോട് കരുണ കാട്ടണം. എന്റെ യജമാനനായ പ്രഭു, അധോനിയ അങ്ങയുടെ പിൻഗാമയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് കൊഴുത്ത കാളക്കുട്ടികളെയും ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എന്റെ പത്നിയായ ബത്ശബ മുഖാന്തരം നാം അറിഞ്ഞിരുന്നു. എല്ലാ രാജാക്കന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാദരനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു. അവർ അവനോടുകൂടെ തിന്നു കുടിക്കുകയും അധോനിയ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് ആർപ്പു വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോദായുടെ മകൻ ബെനായെയും അങ്ങയുടെ പുത്രനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. യജമാനായ അങ്ങയുടെ പിൻഗാമിയായി ആരാണ് അവരോധിക്കപ്പെടേണ്ടതെന്ന് അങ്ങ് അറിയിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഈ കാര്യം അങ്ങയുടെ കൽപ്പന അനുസരിച്ച് തന്നെയാണോ നടന്നിരിക്കുന്നത്? എന്ത് അവിവേകമാണ് അവൻ ചെയ്തത്? ഞാനൊന്നും അറിഞ്ഞിട്ടേയില്ല. ബത്ശബ, ഇങ്ങടുത്തു വാ. സകല കഷ്ടതകളിൽ നിന്നും എന്നെ രക്ഷിച്ച കർത്താവാണ്. നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിന്റെ കർത്താവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തതുപോലെ ഇന്ന് ഞാൻ പ്രവർത്തിക്കും. ആരവിടെ? യഹോദായുടെ മകൻ ബെനായിയോട് നമ്മുടെ മുമ്പിൽ ഹാജരാകാൻ പറയും. ഉത്തരവ്. ദാവീദ് രാജാവ് നീണാൾ വാഴട്ടെ. ബെനായ, നീ എന്റെ മകൻ സോളമനെ എന്റെ കോവർക്കഴുതിയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച് പുരോഹിതൻ സാദേക്കും ഈ നിൽക്കുന്ന പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പിടും. അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ പോരുക. അവൻ വന്ന് എനിക്ക് പകരം എന്റെ സിംഹാസനത്തിൽ നിന്ന് ഭരണം നടത്തട്ടെ. അങ്ങയുടെ കൽപ്പന പോലെ സംഭവിക്കട്ടെ. കർത്താവ് യജമാനനായി അങ്ങയുടെ കൂടെ എന്നതുപോലെ സോളമനോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അവന്റെ ഭരണം എന്റെ യജമാനനായി അങ്ങയുടേതിനേക്കാൾ മഹത്വപൂർണ്ണമാകട്ടെ. അങ്ങയുടെ ദൈവം സോളമന്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ.